കളിച്ചെടുക്കാൻ റോബ്സ്ക്യൂ മാസിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ പൂന്തോട്ടങ്ങളും എൻ്റെ പച്ചക്കറിത്തോട്ടവും നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കുറേ നാളായി ആഗ്രഹം ഇങ്ങനെ നിങ്ങളെ എൻ്റെ വീട്ടിലെ ഓരോ ചെടികളും ഇതൊക്കെ കാണിക്കണം എന്നൊക്കെ. നിങ്ങളുടെ വീട്ടിലുള്ള പോലെയൊന്നും എൻ്റെ വീട്ടിൽ അത്ര ചെടികളൊന്നുമില്ല. സാധാ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ ചെടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കണേ. അപ്പോൾ അധികം ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം എൻ്റെ ഫ്രണ്ടിലത്തെ പൂക്കളെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവിടം വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്മസ് ചെടി പോലെ ഇത് ഞാൻ ഒരു ഓട്ടോറിക്ഷയിലൊക്കെ വരില്ലേ, ഓട്ടോറിക്ഷയിൽ മറ്റേ ചെടിയൊക്കെ വിൽക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണിത്. 80 രൂപയാണ് ഇതിന് വില. പിന്നെ തുളസിത്തറയാണ്. അവിടെ പൂമ്പാറ്റച്ചെടി എന്ന് പറയുന്ന ഒരു ചെടി എൻ്റെ കയ്യിലുണ്ട്. ഇത് പൂമ്പാറ്റച്ചെടിയുടെ വിത്ത്. ആ വിത്ത് ഇങ്ങനെ ബ്ലാക്ക് നിറത്തിലാവുമ്പോൾ നട്ട് കഴിഞ്ഞാൽ പൂമ്പാറ്റ വന്നിരിക്കും. ഇപ്പോൾ പൂമ്പാറ്റ കുറച്ചുണ്ടായിരുന്നു, ഇപ്പോൾ പോയി, ഇപ്പോൾ വരുമായിരിക്കും ചിലപ്പോൾ. ഇത് വേറൊരു ടൈപ്പ് ചെടിയാണ്. ഇത് പൂവൊന്നും ഉണ്ടായിട്ടില്ല, ഇതിപ്പോൾ ഇങ്ങനെ പടർന്ന് പിടിച്ചു പോണ ഒരു ടൈപ്പ് ചെടിയത്. പിന്നെ ഒരു റോസ, ഇത് മഞ്ഞ റോസ. പിന്നെ ഇത് ഓറഞ്ച് റോസ. പിന്നെ ഇത് ചുവപ്പ് റോസ്. ഇത് വെള്ള റോസ്. ഇത് വേറെ ഏതാണ്ട് ഒരു കളർ. അപ്പോൾ 1 2 3 4 5 റോസുകളുണ്ട്. എല്ലാം വെറൈറ്റി കളറുകളാണ്. പിന്നെ എൻ്റെ ഇപ്പുറത്തായിട്ട് ജമന്തി നിൽക്കണ്. ജമന്തി. പിന്നെ ഇതെന്നാ ചെടിയാണെന്ന് എനിക്കറിയില്ല. ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഈ ചെടി കാണാൻ. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല കട്ടിയുണ്ട് ഇതിൻ്റെ ഈ ഇലയ്ക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ ഓട്ടോറിക്ഷ വന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങിയതാണ് ഈ ചെടി. ഇത് ചെത്തിയാട്ടോ, വെള്ള കളറിൽ ഉള്ള ചെത്തിയാണ്. പിന്നെ ഇത് എല്ലാവരുടെ വീട്ടിലും കാണുമായിരിക്കും. ഇങ്ങനത്തെ ഒരു മരം പോലെ വളരണതാ, ആ ക്രിസ്മസ് ചെടി പോലെ വളരണ ഒരു ചെടി ആണിത്. പിന്നെ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെന്നാണ്ടുണ്ട്. എനിക്കിത് എന്താണെന്നറിയില്ല. എൻ്റെ അച്ഛമ്മയൊക്കെ പറയുന്നുണ്ടോ കളറ് മാറുമെന്നോ എന്താണ്ടോ പറയണേ. ഇതിൻ്റെ ഇലയുടെ കളർ എന്താണ്ടോ മാറുമെന്നൊക്കെയാണ് പറയണേ. ഇതിന് 3 എണ്ണത്തിന് 80 രൂപയാട്ടോ ആണെന്നാണ് തോന്നണത്. 80 ആണ്. പിന്നെ അത് പടർന്ന് പിടിച്ചു പോണ ഒരു 2 ചെടി. ഇതിന് വെള്ള, അത് ബ്രൗൺ. പിന്നെ ഇങ്ങനത്തെ ഒരു ചെടിയുണ്ട്. പിന്നെ പഴുതാരച്ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാകും പഴുതാരച്ചെടി. പഴുതാരയുടെ ടൈപ്പല്ലേ ഇരിക്കണേന്നൊക്കെ ഉണ്ടാവും പഴുതാരച്ചെടി. പിന്നെ അത് ഇങ്ങനത്തെ ചെടി, ഇത് എല്ലാവരുടെ വീട്ടിലും കാണും. പിന്നെ ഈ ചെടി കണ്ടോ, ഈ ചെടിയുടെ കളർ മാറുന്നത് ഇങ്ങനെയാവും, റോസ് നിറത്തിൽ. വീഡിയോയിൽ അത്ര ഭംഗിക്ക് കാണുമോയെന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്ക് പറ്റണ അത്രയും നന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം. കണ്ടോ ഈ റോസ് നിറം കണ്ടോ, അതുപോലെയാവും. നല്ല ഭംഗിക്ക് നിൽക്കണ ചെടി ഇത് ഫുള്ളും. പിന്നെ എൻ്റെ ഇടയിൽ കൂടെ വേറൊരു ചെടി മുളച്ചിട്ടുണ്ട്. വേറൊരു പൂവുള്ളൊരു ചെടി. തൊട്ടിപ്പുറത്തായിട്ട് വേറൊരു ചെടി. ഇത് മുളച്ച് വന്നിട്ടില്ലേ, മുളച്ച് വരും. പിന്നെ ഇതെന്താണ് പടർന്നു പോയിട്ടുണ്ട്. അപ്പോൾ പടർന്നു പോയി കഴിഞ്ഞാൽ നിലത്തെ കൂടെയൊക്കെ ആവും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് പറിച്ച് കളയാം. അങ്ങനത്തെ ടൈപ്പ് ചെടിയാണിത്. അയ്യോ അപ്പോൾ അതേപോലത്തെ തന്നെ ഒരു ടൈപ്പിലുള്ളൊരു വേറെ വ്യത്യസ്ത വെള്ളം നിർത്തുന്നുണ്ടുള്ള ചെടി. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള പോലത്തെ മറ്റേ എൻ്റെ പേര് മറന്നുപോയി, ആ സാധനം. പിന്നെ ഇതിലൊന്നുമില്ല, ഇതിലേതെങ്കിലും ഒരു ചെടി നടന്നു വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അത് കാണണം. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ചെടിയാണ്. ഇങ്ങനത്തെ ചെടിയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ പേരും എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. പക്ഷെ നല്ല ഭംഗിയാട്ടോ കാണാൻ ചെടീനെ. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ജമന്തി പൊട്ടി മുളച്ചത് ഈ ടൈസിലൊക്കെ കിളുത്ത് വന്നേക്കുന്നുണ്ടോ. ഇത് നല്ല ഭംഗിയായിരിക്കും അതുവഴി കിളുത്തുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു ചെടിയിൽ പൂവുണ്ടാവും, നല്ല ഭംഗിയാട്ടോ, വലിയ പൂവാണ് ഉണ്ടാകാൻ പോണത്. പിന്നെ ഓറഞ്ച് ജമന്തി. പിന്നെ ഇവിടെ ജമന്തി ഉണ്ട്. ഇത് ജമന്തിയിൽ ഞാൻ കൊണ്ടിട്ടപ്പോൾ ജമന്തി മുളച്ച് വന്നതാണ്. അതിൻ്റെ ബാക്കിൽ ഈ ചെടിയായിരുന്നു ഉള്ളത്. അപ്പോൾ ജമന്തിയുടെ ഇത് കൊണ്ടിട്ടപ്പോൾ ഇതുണ്ടായി. ഇത് നമ്മുടെ തുളസിത്തറയെ കണ്ട ആ ചെടി.
പിന്നെ ഇതൊരു റെഡ് നിറത്തിലുള്ള ഒരു ചെടി. പിന്നെ നമ്മളിത് അവിടെ കണ്ട ഒരു ചെടിയും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് കാണിച്ചു തരാം. ഇവിടെ വരുമ്പോൾ വേറെ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു ചെടിയാണ്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. എന്നാൽ ചെടിയാണെന്നറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ, മരം പോലത്തെ ഒരു ചെടി കണ്ട, നല്ല ഭംഗിയാണ് കാണാൻ. മരം പോലത്തെ ഈ ചെടി കണ്ടാ ഗൈസ്, ഒരു ഇത് കണ്ടോ, മരം പോലെ മുളച്ച് വന്നേക്കണുണ്ടോ ചെടി. ഇതേ നല്ല പൂവിൽ. ഇതിൽ അടയ്ക്കാക്കിളി പക്ഷിയൊക്കെ ഇടയ്ക്ക് വന്ന് തേൻ കുടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ, അതെ, ഇത് ഫുള്ളും അല്ലേ. അതെ, മുല്ല ഉണ്ട്. ഇത് മുല്ലയാണ്. ആ മുല്ലയുടെ വേറെ ഒരെണ്ണം ഇവിടെ മുല്ല അച്ചാമ്മ കൊണ്ട് നട്ടേക്കണത്, പക്ഷെ അത് വളർന്ന് വന്നിട്ടില്ല. ഇങ്ങോട്ട് പോയി കഴിഞ്ഞതേ ഇത് ഞാനുണ്ടാക്കിയൊരു സാധനം കേട്ടാ. ഒരു പ്ലാസ്റ്റിക് ഫുള്ളും കട്ട് ചെയ്ത് അതിൽ ചുറ്റും ഹോളിട്ടിട്ട് അതിൽ കുത്തി കുത്തി ഇങ്ങനെ നിർത്തിയേക്കും. പല ടൈപ്പിലുള്ള ചെടികൾ കുത്തി നിർത്തിയേക്കും. അത് ഇവിടെ വലുതായിട്ട് മുളച്ച് വന്നിരുന്നു. കുത്തി കുത്തി ഇങ്ങനെ നിർത്തിയേക്കും. അതെ കണ്ട. അപ്പം പിന്നെ ഇന്നോട്ട് വന്നത് ഇവിടെ ഒരു ചെറിയൊരു പേരയ്ക്കന്മാരുണ്ട്. ഇതിന് മറ്റേ സാധനമൊക്കെ ഞാൻ തൂക്കിയിടുന്നുണ്ട്, ക്രിസ്മസിനൊക്കെ വയ്ക്കണ പോലെ. പിന്നെ ഇവിടെ വേറൊരു സാധനമുണ്ട്. പിന്നെ അതെ, ഇതൊരു വ്യത്യസ്തരായിട്ടുള്ള ചെടിയാണ്. പിന്നെ ഒരു മുള്ളു ചെടി പോലത്തെ, ഇതിൽ ഇല ഉണ്ടാവില്ല, ഇങ്ങനെ പൊങ്ങി പൊങ്ങി മുള്ളു പോലെ ഇങ്ങനെ നിൽക്കും. പിന്നെ ഒരു ക്രിസ്മസ് പോലത്തെ എന്താണ്ട് ഒരു ചെടി. പിന്നെ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടൊരു ചെടിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ മുള്ളു ചെടി, പിന്നെ തുളസിത്തറ കണ്ട പോലത്തെ ചെടി. പിന്നെ ഇതും ക്രിസ്മസ് പോലത്തെ ഒരു ചെടി കേട്ടാ, അതിൻ്റെ വെറൈറ്റി. പിന്നെ വേറൊന്നാണ് ചെടി, ഇതിൽ പൂവ് എന്നാണ്ട് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ കണ്ട പോലത്തെ വേറൊരു ചെടി. പിന്നെ അതെ, നമ്മൾ അവിടെ കണ്ട പോലത്തെ ചെടി ജമന്തി. പിന്നെ ഇതും ഒരു നല്ല ഭംഗിയുള്ള ചെടിയാണ്. പിന്നെ അതെ, പൂമ്പാറ്റ ചെടിയുടെ ചെറുത് നിൽക്കണം ഇവിടെ. പിന്നെ ഇതും അങ്ങനത്തെ ചെടി. ഇതൊന്നും ഉണങ്ങിയോന്നറിയില്ല. ചിലപ്പോൾ ഉണങ്ങി കാണും, പൊക്കോളുമായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കണ്ട പോലത്തെ വേറെ ചെടി. അപ്പോൾ ഇന്നോട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ ഞാൻ അവിടെ നിന്ന് ഒടിച്ചു കുത്തിയതാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ വേറൊരു ചെടി. അത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ചെടി. ഇങ്ങോട്ട് വരുമ്പോൾ വേറെ ചെടി. പിന്നെ ചെത്തിയല്ല, വേറെ എന്താണ്ട് ഒരു കൊങ്ങിണി. ഇത് കൊങ്ങിണിയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ചെടി. പിന്നെ എൻ്റെ വീട്ടിൽ വെച്ചൊരു സാധനത്തിന് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതേപോലെ പൊക്കത്ത് ഇവിടെയായിട്ട് ഞാൻ വെച്ചേക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ ഇരുന്നൊരു സാധനം ഞാൻ ഇവിടെയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് കണ്ട, കാറ് ഇടിച്ച് പൊളിഞ്ഞ് കിടക്കണ പോലെ. പിന്നെ ഇവിടെ ഒരു താറാവിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു നല്ല ഭംഗിക്ക് നിൽക്കണ ഒരു പൂ പോലത്തെ ഒരു സ്ഥലം. ഇവിടെ പൂമ്പാറ്റ ചെടിയുണ്ടേ. ഇതും പൂമ്പാറ്റ ചെടിയാണ്. അപ്പോൾ ചെറിയ പൂമ്പാറ്റ ചെടിയുടെ വിത്ത് കൊണ്ടിട്ടത് പൂമ്പാറ്റയല്ല, ചെടി മുളച്ചു വരുന്നു തുടങ്ങി. അപ്പോൾ ഇത്രയും ഭാഗത്തെ കാഴ്ചയാണ് കാണിച്ചത്. ഞാൻ പച്ചക്കറിത്തോട്ടത്തിലെ കാഴ്ച കാണിക്കാം. അതിന് മുമ്പ് ഇപ്പുറത്തെ കാര്യം ഞാൻ കാണിച്ചില്ലായിരുന്നു. ഇപ്പുറത്തും തുളസിത്തറ നിന്ന പോലത്തെ ചെടി. പിന്നെ ജമന്തി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ട് വേറൊരു ചെടി. ഇവിടെയും ജമന്തി. പിന്നെ വരിയായിട്ട് പൂമ്പാറ്റ ചെടി കൊണ്ട് നട്ടതാണോ. ഇത്ര ഒരു ലെയർ. പിന്നെ അങ്ങോട്ടും പൂമ്പാറ്റ ചെടി അങ്ങോട്ട്. പിന്നെ ഞാൻ പൂമ്പാറ്റ ചെടിയുടെ വിത്ത് കൊണ്ടിട്ട് ഇപ്പോൾ മുളച്ച് വന്ന് കണ്ടോ. ഇത് പൂമ്പാറ്റ ചെടിയാണ്. ഇതാട്ടോ മുളച്ച് വന്നേക്കണേ. ഇത് പൂമ്പാറ്റ ചെടി. അങ്ങനെ ഇവിടെയൊക്കെ കണ്ടേ മുളച്ച് വന്നേക്കണുണ്ടോ. ഇത് ഒരെണ്ണം മുളയ്ക്കാതിരിക്കുക, മുളച്ചിട്ടില്ല. അപ്പോൾ ഇപ്പുറത്തെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് നമുക്ക് പോവാം. പച്ചക്കറിത്തോട്ടത്തിലേക്ക് പോണേക്കാൾ മുമ്പ് ഇതുവഴി ഞാൻ കുറച്ച് ജമന്തികൾ നട്ടിട്ടുണ്ട്. ഇനി ഇവിടെ വേറെ ചെടി കണ്ടോ. ഇവിടെ ഫുള്ളും ജമന്തികളാണ്. വരിയായിട്ട് നട്ടേക്കുക ജമന്തി കണ്ടോ. ഫുള്ളും ജമന്തികൾ. ജമന്തി. ഇതൊക്കെ ജമന്തിയാണ്. പിന്നെ നടുക്കായിട്ട് ഞാൻ പൂമ്പാറ്റ ചെടി കൊണ്ട് വീണ്ടും നട്ടിട്ടുണ്ട്. വിത്ത് കൊണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ ആയിട്ടും കൂടെ പൂമ്പാറ്റ ചെടിയുടെ വിത്ത് ഇടുന്നുണ്ട്. പിന്നെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് കിടക്കണേക്കാൾ മുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല.
ഗപ്പി ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഗൈസ്. ഗപ്പീനെ വളർത്തുന്ന സ്ഥലം. അപ്പോൾ അതെ ഗപ്പിക്കുളമാണിത്. നല്ല ഭംഗിക്ക് കാണാൻ പറ്റില്ല. അതെ ചെറിയ കളറൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഗപ്പിയുണ്ട്. ഞാൻ ഇതേ കല്ലെടുത്ത് മാറ്റി കാണിക്കാം. ഇതേ ഗൈസ് ഞാനിപ്പോൾ തട്ടി കാണിച്ചു തരാം. ഇതേ കുറച്ച് പേരെ കണ്ടോ ഇനി കണ്ട വന്നുണ്ട്. ഇതേ വന്നുണ്ട് ഇതേ കണ്ട ഗപ്പികൾ. ഇതിപ്പോൾ വെയിലായതുകൊണ്ടൊന്നും അത്ര വന്നില്ല. ഇഷ്ടംമാരുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറിത്തോട്ടത്തിലേക്ക് കിടക്കാം. അപ്പോൾ പച്ചക്കറിത്തോട്ടത്തിൻ്റെ ഇവിടെ ആയിട്ട് നിങ്ങൾ കണ്ടില്ല. ഇത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പച്ചക്കറിക്ക് എന്ത് ഇവിടുത്തെ എല്ലാത്തിനും വെള്ളം കിട്ടാൻ വേണ്ടി ഈ ഓസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുവഴി വെള്ളം വന്ന് ഇതുവഴി ചീറ്റുമ്പോൾ ഇത് കിടന്ന് കറങ്ങും. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ചുറ്റും വെള്ളം വരും. നിങ്ങൾക്ക് അറിയുമായിരിക്കും, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇപ്പോൾ വേറൊരു വെള്ള പൂവിലുള്ളൊരു ചെടി ഇപ്പോൾ വെട്ടി നിർത്തിയേക്കുവാണ്. ഇനി വളർന്നു വരുമ്പോൾ ഇനിയും പൂക്കളൊക്കെ ഉണ്ടാകും. നല്ല ഭംഗി കാണാൻ. ഇപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്താണ് ഞാൻ പറയാം പച്ചക്കറി തോട്ടം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പച്ചക്കറി തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നട്ടേക്കണേ കുറച്ച് പച്ചക്കറി കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ തക്കാളി കണ്ട ഈ കയറ് പൊക്കത്ത് നന്നോട്ട് കെട്ടിയേക്കണുണ്ട. അതിൻ്റെ അടിയിലേക്ക് ഇതിട്ടേക്കണ സ്ഥലത്തെ കൂടെ ഓരോ പച്ചക്കറി. ഇത് പച്ചക്കറി എന്ന് പറഞ്ഞാൽ തക്കാളി കേട്ടോ. ഇതെല്ലാം തക്കാളിയാണ്. പച്ചക്കറി എന്നല്ല തക്കാളി എന്ന് പറയണത്, തെറ്റിപ്പോയതാണ്, സോറി, ക്ഷമിക്കണം. തക്കാളിയാണ് കേട്ടോ. ഇവിടം തൊട്ട് അവിടം വരെ തക്കാളിയാണ്. ഉണ്ടോ തക്കാളി. അതിനിടയ്ക്ക് വഴുതന ഉണ്ട് കേട്ടോ. വഴുതന അതെ ഇത് വഴുതനങ്ങ കേട്ടോ. വഴുതനങ്ങയുടെ ചെടിയിൽ പൂ ഉണ്ടായിട്ടില്ല. പൂ ഉണ്ടായത് വഴുതനങ്ങ അപ്പുറത്താണ്. ഇത് അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ഇതേ പൂവുണ്ടായി നിൽക്കണ വഴുതനങ്ങ കണ്ട. പൂവുണ്ടായിട്ടുണ്ട്. ഇതിന് വഴുതനങ്ങയായി മാറും. പിന്നെ ഇവിടെ ആയിട്ട് മുളക് നട്ടിട്ടുണ്ട്. ഇത് ഇവിടെ ആയിട്ട് ഒരു രസത്തിൽ ജമന്തി കൊണ്ട് നട്ടിട്ടുണ്ട്. ജമന്തി മുളക്. അവിടെയൊക്കെ മുളകുണ്ട്. അതും ഇതും പിന്നെ അപ്പുറത്തേക്കണ കുറച്ച് സാധനങ്ങളൊക്കെ മറ്റേ ക്യാരറ്റാട്ടാ. സോറി ക്യാരറ്റല്ല, ഇത് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക കണ്ട. ഇത് വെണ്ടയ്ക്ക. ഇതൊക്കെ വെണ്ടയ്ക്ക. പൂവൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ വെണ്ടയ്ക്കകളുണ്ട്. പിന്നെ പ്രത്യേകം തരമായിട്ടൊരു സാധനം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. സ്ട്രോബെറി കണ്ട. സ്ട്രോബെറി ഉണ്ടായിട്ടില്ല. ഇതാണ് സ്ട്രോബെറി എന്ന് പറഞ്ഞ സാധനം. ഇതുവഴി ഒരെണ്ണം ഉണ്ടായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. സ്ട്രോബെറി ഇനിയും വളരുമ്പോൾ സ്ട്രോബെറി ഉണ്ടായി വരും. സ്ട്രോബെറിയുടെ ഒരു ചെടി ഇവിടെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ പച്ചക്കറികളുണ്ട്. ഞാനിത് ഈ വെള്ളം ചീറ്റണ സാധനം ഒന്ന് ഈ വെള്ളം ഇതാണ് സാധനം കണ്ട. കിടന്ന് കറങ്ങണുണ്ടോ? De tesão, eu vou te fuder com amor. Menalita safadinha, arregaça esse popô. Vai, esse caô. Ela é cheia de tesão e eu arregaço esse popô. Vai, esse caô. Ela tá cheia de tesão e eu arregaço esse popô. അപ്പോൾ വെള്ളത്തിൻ്റെ പരിപാടി എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. വെള്ളം നല്ല ഭംഗിക്ക് എല്ലാ ചെടിക്കും വെള്ളം കിട്ടും. അപ്പുറത്തെ ചെടിക്ക് വേണ്ടി
അത് അപ്പുറത്തെ ചെടിക്ക് വെള്ളം കിട്ടും, അതുവഴി ഒരു സാധനം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടും. അത് അച്ഛൻ പിടിപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഓസ് ഇതുവഴിയാട്ടാ പോയേക്കണേ. നേരെ അവിടെ പോയിട്ടാണ് നമ്മൾ തിരിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്ന പ്രതീക്ഷയിൽ ടാറ്റാ.